നമസ്കാരം. മിനിസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ നാറി എന്ന് പറയുന്ന ഒരു പരമ ചെറ്റയുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചെയ്തിരുന്നു. കാരണം ഇവൻ ഈ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് ഇദ്ദേഹത്താണ് ഈ ഊളയും കുറെ മറ്റ് ചില ആൾക്കാരും കൂടെ അവിടെ ഒരു ഖനനം നടത്തി. ആ ഖനനം നടത്തിയ സമയത്ത് ഭൂമിക്കടിയിൽ, അതായത് ബാബരി മസ്ജിദ് നിന്നതിൻ്റെ ഭൂമിക്കടിയിൽ പല തൂണുകളിൽ നിന്നും ഈ പറയുന്ന ഹിന്ദു മതവിശ്വാസ പ്രകാരമായിട്ടുള്ള അവരുടെ ദേവികളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാമൻ്റെയൊക്കെ രൂപങ്ങൾ കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ മായ്ക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ചരിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പല ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽപ്പെട്ട പല ആൾക്കാരും അവിടെ റിസർച്ച് നടത്തിയപ്പോൾ പോലും ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ കണ്ടതായിട്ടോ ഒന്നും ഒരു ചരിത്ര രേഖകളിലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഈ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ പരമചെറ്റ അല്ലെങ്കിൽ ഈ നാറി ഈ സംഘപരിവാറിൻ്റെയും BJPയുടെയും അടിവസ്ത്രം കഴുകി കുടിക്കുന്ന ഈ ഒരു വൃത്തികെട്ടവൻ പല സമയത്തും വന്നത്. അതായത് ഇപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചു, രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഒരുപാട് ചാനലുകൾക്കും ഇങ്ങനെ വാരിക്കോരി ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്. കാരണം സമുദായത്തിൽപ്പെട്ട ഒരുത്തനാകുമ്പോഴത്തേക്ക് അവൻ വന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാർ വിചാരിക്കുക ശരിയാ, ഒരു ഇസ്ലാം മതത്തിൽ വിട്ട ഒരാൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ശരിയുണ്ട് എന്ന് ഒരു പക്ഷേ ചിലപ്പോൾ പലരും വിചാരിക്കും. പക്ഷെ ഇവനെ പോലെ മന്ദബുദ്ധികളോ അല്ലെങ്കിൽ ചാണാൻ തലയിൽ തിരികെ വെച്ചിട്ടുള്ള ചെറ്റത്തരം പറയുന്ന ആൾക്കാരല്ല മറ്റു സമുദായത്തിൽപ്പെട്ടവരും. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽപ്പെട്ട വലിയ വലിയ ആൾക്കാർ, ഈ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽപ്പെട്ട വലിയ വലിയ ആൾക്കാർ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ആ ഒരു ഇന്റർവ്യൂവിൽ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ ഓഫീസർമാർ, അത് ഹിന്ദു മതത്തിൽപ്പെട്ട ഓഫീസർമാർ പോലും പറയാൻ മടിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ വളരെ ധൈര്യത്തോടു കൂടി വന്ന് പറയുന്നത്. ആ ചെറ്റത്തരം പറയുന്ന ഇവനിക്ക് നമ്മൾ എന്ത് മറുപടിയാണ് ഇപ്പോൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം ഇതൊരു ട്രോൾ വീഡിയോ പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇദ്ദേഹത്തെ വന്ന് സ്വപ്നം കാണിച്ചു, ഇന്ന സംഭവങ്ങൾ ഇങ്ങനെ തകർക്കപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ അത് സംരക്ഷിക്കണം എന്ന തരത്തിലൊക്കെ സ്വപ്നത്തിൽ വന്ന് കണ്ടു. ആ സ്വപ്നം കണ്ട് ഇദ്ദേഹം ഞെട്ടി എന്നുള്ളതാണ്. എന്നാൽ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഒരു ചെറ്റ വൃത്തികെട്ടവൻ അല്ലെങ്കിൽ ഈ ഊള സംഘപരിവാറിന്റെ അടിമപ്പണി ചെയ്യുന്ന ഈ വൃത്തികെട്ട നാറി ഇപ്പൊ വന്നിരിക്കും പറയുന്ന ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അന്ന് രാത്രി ഒരു ചെറിയ സ്വപ്നം കണ്ടു. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് വരുന്നത്. ആ സ്വപ്നത്തിൽ ശിവൻ എൻ്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു, എന്നോട് പറഞ്ഞു, 10-15 കിലോമീറ്റർ താണ്ടിയാണ് വരുന്നത്. എൻ്റെ ക്ഷേത്രം വീഴാൻ വേണ്ടി പോകുന്നുണ്ട്, ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ആര്? ശിവൻ എൻ്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു, എന്നോട് പറഞ്ഞു, ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭഗവാൻ മഹാവിഷ്ണു പ്രപഞ്ചത്തിന്റെ സംരക്ഷകനാണ്. എൻ്റെ ക്ഷേത്രം വീഴാൻ വേണ്ടി പോകുന്നുണ്ട്, ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ മഹാവിഷ്ണുവാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് പറ്റിയ ആളുകൾ എൻ്റെ കീഴിലില്ല, ഇതൊരു പുതിയ സർക്കിളാണ്. ഞാൻ പറഞ്ഞു, അത് ഭോപ്പാലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതിനുള്ള വഴി ഞാൻ ഒരുക്കും എന്ന് പറഞ്ഞു. ഇവനുമായിട്ട് നേരിട്ട് സംവാദം നടത്തിയ ഒരാളാണ് ഈ കെ മുഹമ്മദ് പറഞ്ഞ ഈ പരമച്ചെറ്റ. എന്നാൽ പിന്നെ എന്തിനാണ് ഈ അധികം താമസിക്കുന്നത്? ആ പേരൊക്കെ അങ്ങോട്ട് മാറ്റി വേറെന്തെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്നതല്ലേ നല്ലത്. പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സംഘപരിവാർ ഇവനിക്കൊക്കെ കൊടുക്കുന്നത് ആ നാമത്തിൽ ഇരുന്നുകൊണ്ട്, ആ പേരിൽ ഇരുന്നുകൊണ്ട്, ആ മതത്തിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ തെമ്മാടിത്തരം പറയാൻ വേണ്ടി മാത്രമാണ് ഇവനെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്താ പറയാ, ബാക്കിയൂടെ കേട്ടു പറഞ്ഞു, അതിനുള്ള വഴി ഞാൻ ഒരുക്കും എന്ന് പറഞ്ഞു. ആ സ്വപ്നത്തിൽ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല്, സാറോ അങ്ങനെ പറയരുത്, വിവരങ്ങളൊക്കെ ഇത് പറയും. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. അപ്പൊ ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ ഞെട്ടി ഉണർന്നു. എന്നെ 2 സ്ഥലത്തിൻ്റെയും, അതായത് ഭോപ്പാലിന്റെ, മധ്യപ്രദേശിന്റെയും ഛത്തീസ്ഗഡിന്റെയും രണ്ടിന്റെയും ഓഫീസറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. പിന്നെ ഉറങ്ങി. അപ്പം പിറ്റേന്ന് ഒരു 11-12 മണിക്കാണ് ഫാക്സ് പിന്നെ ഇൻഫർമേഷൻ വന്നു. നോക്കിക്കോണം അയാളുടെ ഓരോ നമ്പറുകൾ. എന്നെ 2 സ്ഥലത്തിൻ്റെയും, അതായത് ഭോപ്പാലിൻ്റെയും അതേപോലെ ഛത്തീസ്ഗഡിൻ്റെയും രണ്ടിൻ്റെയും ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന്. അപ്പം ഞാനിത് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു, അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ വിവരം ഞാൻ ഉടനെ തന്നെ ആ പൂജാരിയെയും അറിയിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സംഗതി എന്തായാലും ശരി, നമ്മൾ ഓപ്പറേഷൻ കറക്റ്റ് ആയിരിക്കും. ഞാൻ ചെല്ലുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അദ്ദേഹം മറ്റൊരു സ്വപ്നം കണ്ടിരുന്നു. ഇത് ശരിയാക്കാൻ പറ്റിയ ഒരു ഓഫീസർ വരുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാമെങ്കിൽ എങ്ങനെ കോടീശ്വരനാകാന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആ ഓഫീസർ മുസ്ലിം ആകുമെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അങ്ങനെ പിന്നെ ഞാൻ ഭോപ്പാലിൽ ജോയിൻ ചെയ്ത ഉടനെ ഞാൻ ആദ്യം ചെയ്തത് ഒരു 5000 രൂപ എൻ്റെ പേഴ്സണലായിട്ട് ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങനെ പിടിക്കുക. പിന്നെ ഇതിന്റെ ജോലിക്കാർ കൊടുത്തു. അതായത് ഉത്തമ മനസ്സിലായി. നിങ്ങൾ അവിടെ പോകണം, ഈ ക്ഷേത്രത്തെ നന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവരോട് കൂട്ടി പോവുകയും ആ ക്ഷേത്രത്തിന് 1 വർഷത്തിനുള്ളിൽ തന്നെ ആ ക്ഷേത്രം നന്നാക്കുകയും ചെയ്തു. അപ്പൊ ശരി കൂട്ടുകാരാ, കാണാം. ഇവിടെ തന്നെ കാണൂലല്ലേ. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. ഈ വക എല്ലാ കളിയും പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ, മനസ്സിലായോ? ഇതാണ് ഈ കെ നാറി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ സ്വപ്നത്തിൽ കണ്ടു. ഈ ശിവൻ എന്ന് പറയുന്നത് സംഹാരമൂർത്തി എന്നാണല്ലോ അല്ലെ. അവരുടെ അമ്പലങ്ങളോ അല്ലെങ്കിൽ അവരുടെ പിന്നെ മത സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഈ കെ മുഹമ്മദ് എന്ന് പറയുന്ന നാറിയെ സ്വപ്നത്തിൽ വന്ന് കണ്ടു. ഇവർ തമ്മിൽ സ്വപ്നത്തിൽ സംസാരിച്ചു. അപ്പൊ ഇതേ സ്വപ്നം തന്നെ ഈ പറയുന്ന പൂജാരിയും കണ്ടു. ഇതുപോലെ ഊളത്തരം പറയാൻ ഇവന്റെയൊക്കെ സ്വയബോധം നഷ്ടപ്പെട്ടു. അതായത് പറയുന്ന കാര്യങ്ങൾ തെണ്ടിത്തരവും തെമ്മാടിത്തരമാണെന്നുള്ളത് ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള അരിയാഹാരം തിന്നുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതുപോലുള്ള നാറിയ വർത്താനങ്ങൾ പറയും. അല്ലെങ്കിൽ ഇവനെ പോലുള്ള കെ നായർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ പറയുന്ന ബാബരി മസ്ജിദിനകത്ത് ഈ വിഗ്രഹം കൊണ്ട് സ്ഥാപിക്കാൻ ഇടം കൊടുത്തെങ്കിൽ ഇത് ഉണ്ട് എന്ന് പറയുന്നത് കെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഒരു നാറി കൂടെയാണ്. അപ്പൊ ഈ 2 കെ നാറികളും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ, അതായത് ഈ 2 കേരളക്കാരാ, ഒരുത്തൻ ആലപ്പുഴക്കാരനാണ്. അപ്പൊ 2 മലയാളികൾ, ഈ മലയാളികളുടെ ബുദ്ധി അത് ചെറിയൊരു ബുദ്ധിയൊന്നും അല്ല. അപ്പൊ എന്താണെങ്കിലും ഈ 2 പരമചെറ്റകളും കൂടെ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ സംഘപരിവാർ ഭരിക്കുന്നത് കൊണ്ടും സംഘപരിവാറിന്റെ പിന്തുണ ഉള്ളത് കൊണ്ടും ഇവന്റെ ഒന്ന് രോമത്തിൽ പോലും തൊടാൻ ഇവിടെ ആർക്കും സാധിക്കത്തില്ല എന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ തെമ്മാടിത്തരം പറയുന്നതും അല്ലെങ്കിൽ തെണ്ടിത്തരം പറയുമ്പോഴത്തേക്കും ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും കാണിക്കുക. കാരണം എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത സ്ഥലമാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നമ്മളൊരു ട്രോൾ വീഡിയോ ആയിട്ടാണ് അത് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. അപ്പം വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.